ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലെ വളരെ കുറച്ച് ചേരുവകളെ ഇതിന് വേണ്ടൂ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതിന് ഇല്ല. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും ഇത്. എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. നമുക്കിതിനായിട്ട് വേണ്ടത് ഒരു 1/2 കിലോ ചെമ്മീനാണ്. ഇത് നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ ബാക്കിലുള്ള കറുത്ത നാരുകളില്ല അതൊക്കെ എടുത്ത് നീക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി മാരിനേറ്റ് ചെയ്യാൻ ഒന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ്. 1-2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കുക. അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 സൈഡും ഒന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം നമ്മുടെ ഈ എണ്ണയും ഇതിലുള്ള മുളകും ഒന്ന് കരിഞ്ഞു പോകരുത്. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ എടുത്തു വെക്കാം. ഒരു ഉള്ളി വേണം, ഒരു തക്കാളി, അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീനും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഓയിലിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് കുറേ സമയം വഴറ്റിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ച ഉള്ളി, തക്കാളിയില്ലേ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയമെടുത്ത് തന്നെ നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഉള്ളി തക്കാളിയും വെന്ത് നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം അടച്ചു വെച്ചാലും മതി, പെട്ടെന്നായി കിട്ടും. പിന്നെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റ് ഉപ്പായിരിക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ച് വെക്കുകയും ചെയ്യുക. ചെറിയ ഫ്ലെയിമിൽ ആ ചെമ്മീൻ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് അടച്ച് വെക്കുക. ഇനി നമുക്ക് ചോറിന് വേണ്ടിയിട്ട് 2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും എടുക്കുക. അരി അളന്ന അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് തേങ്ങ, ഒരു തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഒരു 3 കപ്പ്, 2 കപ്പ് അരിക്ക് 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ബസ്മതി റൈസാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്ന ആവശ്യത്തിന് ഉപ്പാണ്. ഇതിലേക്ക് ഹോൾ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ചിട്ട് ആ തേങ്ങാപ്പാൽ അരിയുടെ അതേ സെയിം ലെവലിൽ എത്തുമ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് തുറക്കാതെ അങ്ങനെ തന്നെ വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനൊന്നും ചെയ്യരുത്. ഇതിവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് നന്നായി കുക്കായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കാരണം ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കറിവേപ്പിലയും വലിയ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കൂടിയിട്ട് നല്ല രസമാണ്.
നമ്മൾ വേറെ സിന്നമണോ ഏലക്കായോ ഒന്നും ഇട്ടിട്ടില്ല, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇതിന്. നമ്മുടെ ചെമ്മീൻ മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോറ് തന്നെയാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാതിരിക്കരുത്. അച്ചാറും പപ്പടവും തൈരൊക്കെ കൂട്ടി ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.